കേരളത്തിലെ ആശാവർക്കർമാർ കടുത്ത നിരാശയിലാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ലഭിക്കുന്ന ഓണറേറിയം 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കണമെന്ന ആശാവർക്കർമാരുടെ ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. 2005 കേന്ദ്ര സർക്കാർ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് വർക്കർ ആശ എന്ന പദ്ധതി ആരംഭിച്ചത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായാണ് അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ എന്ന ആശാ വർക്കേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ 1.1 ദശലക്ഷം ആശാവർക്കർമാരിൽ കേരളത്തിലുള്ളത് 26,125 പേരാണ്. 7,000 രൂപയാണ് പ്രതിമാസ ഓണറേറിയം അഥവാ വേതനം. അതിനോടൊപ്പം 200 രൂപ മൊബൈൽ ഫോൺ ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവുകളും ചേരുന്നതാണ് യഥാർത്ഥ ഓണറേറിയം. ആശാവർക്കർമാരെ സന്നദ്ധ പ്രവർത്തകരായാണ് പരിഗണിക്കുന്നത്. അവരെ സർക്കാർ ആരോഗ്യ പ്രവർത്തകരായി കണക്കാക്കുന്നേയില്ല. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. കയറിക്കിടക്കാൻ കൂരകളില്ലാത്തവരാണ് നല്ലൊരു ശതമാനവും. വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് പണം വേണ്ടേ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പണം വേണ്ടേ? ഞങ്ങൾ കടം വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ അതൊന്നും കിട്ടാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. സർക്കാരിന്റെ ഉറപ്പ്, രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടാതെ, ഞങ്ങൾ ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പ് കിട്ടാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നമ്മുടെ തൊഴിലാളികൾ, അടിസ്ഥാന തൊഴിലാളികൾ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും മിനിമമായ ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചു തരുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അവർ ഉടനെ തന്നെ നമ്മളുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഈ സർക്കാരിനെ വിശ്വസിക്കുന്നു. എന്നാൽ പല നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ തുച്ഛമായ തുകയിൽ നിന്ന് ആരോഗ്യ വകുപ്പും അതിലെ ഒരു ചെറിയ ശതമാനം വരുന്ന ഉദ്യോഗസ്ഥരും വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. ആശാവർക്കർമാർ അവർ നിയോഗിക്കപ്പെടുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ വാർഡിന്റെ പരിധിയിൽ പ്രതിദിനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം. ആശാവർക്കർമാർ 24 മണിക്കൂറും ഈ ഡയറിയും അവരുടെ മൊബൈൽ ഫോണും കൈവശം കൊണ്ടു നടക്കണം. ഏത് സമയത്ത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാലും ഉത്തരം പറയാൻ സദാ തയ്യാറായിരിക്കണം. 18ാമത്തെ വർഷമാണ് ജോലി ചെയ്യുന്നത്. പിന്നെ തൃക്കണ്ണാപുരം PHCയിലാണ് ഞങ്ങളെ PHC. പിന്നെ ഞാൻ തിരുമല ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. വീടുകളിൽ മരുന്ന് എത്തിക്കുകയും ഭക്ഷണങ്ങൾ എത്തിക്കുകയും വെള്ളം എല്ലാം കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂർ അവരെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിൽ ഒരു 2 വയസ്സായ കുട്ടി, ഒരു 5 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും കോവിഡ് വന്നപ്പം ആ കുട്ടികളെ രക്ഷിച്ചത് ഞാനാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് കോവിഡ് വരാതെ വേറെ ഒരു റൂമിൽ അടച്ച് അച്ഛനും അമ്മയും വേറെ റൂമിൽ ആയിരുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം വെള്ളം എല്ലാം എത്തിച്ചു കൊടുത്ത്. 200 രൂപ എന്ന മൊബൈൽ അലവൻസ് തുച്ഛമാണ്. ഇന്ന് ഏത് മൊബൈൽ സേവനദാതാവിന്റെയും ഇന്റർനെറ്റ് പ്ലാനുകൾക്ക് 550ഓളം രൂപ ചാർജ് ഉണ്ട്. ജീവിത ചെലവിൽ ഏറെ മുന്നിലുള്ള കേരളത്തിൽ ഈ ഓണറേറിയം പര്യാപ്തമല്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ അത് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. വൈദ്യുതി, ശുദ്ധജലം, ഗതാഗതം, മരുന്ന്, വാടക, ഇന്ധന ചെലവ്, അവശ്യ വസ്തുക്കളുടെ വില എന്നിവയും നികുതികളും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ കൂടുതലുമാണ്. ഞാൻ MSS ആയിട്ട് ഇറക്കി അറിയുമ്പോൾ അന്ന് നമുക്കൊന്നുമില്ല. നമുക്ക് പോളിയോയ്ക്ക് പോകുമ്പോൾ 75 രൂപ കിട്ടും. അന്ന് കിട്ടുന്ന 75 രൂപയാണ് ഇപ്പോഴും കിട്ടുന്നത്. 5 ദിവസം വർക്ക് ചെയ്താൽ നമുക്ക് ഓരോ ദിവസം 75 രൂപ വെച്ചാണ് കിട്ടുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. പക്ഷെ അന്ന് അവർ എനിക്ക് നല്ല പിന്തുണയായിരുന്നു. അത് കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. അത് ഡയറിയേ ഉള്ളൂ. നമുക്ക് രേഖയായിട്ടുള്ളത് നമ്മുടെ ഡയറിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറിയിലാണുള്ളത്. നമ്മൾ കൊണ്ടുപോയി അവിടെ മീറ്റിംഗ് വിളിക്കും. ആശമാരെ മീറ്റിങ്ങിന് വിളിക്കും. നമ്മളവിടെ ഈ കഴിഞ്ഞ മാസത്തേതായിരിക്കും ഇപ്പോൾ റിവ്യൂ നടത്തുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ എന്തൊക്കെ നമ്മളെ വാർഡിൽ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമ്മളവിടെ റിവ്യൂ പറയണം. പിന്നെ സിസ്റ്റർക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർ ഡയറി നോക്കും. നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടെല്ലാം ഡയറി കാണണം. അതവർ വെരിഫൈ ചെയ്ത് ഒപ്പിട്ട് വെക്കും. ആ ഡയറിയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസറെ കാണിക്കേണ്ടത്.
ഡോക്ടറെ കാണിക്കും. ഡോക്ടർ റിവ്യൂ നടത്തുമ്പോൾ ഡോക്ടറൊക്കെ കാണും. ഡോക്ടർ, HS, LHI എല്ലാവരും കാണും. JPHമാർ എല്ലാവരും കാണും. അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയാം. നമ്മളെന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. എന്നിട്ട് ഈ ഡയറി അവർ നോക്കും. ഡോക്ടർ നോക്കിയാണ് സൈൻ ചെയ്ത് തരും. ഞങ്ങൾ ആദ്യമേ ശൈലി ആപ്പ് നമ്മളൊക്കെ ചെയ്തിട്ട് ഒക്ടോബറിലാണ് തുടങ്ങിയത്. ഡിസംബർ ആയപ്പോഴും ഞങ്ങൾ തീർത്തു. ചർച്ചയ്ക്കൊന്നും വിളിച്ചില്ല. വിളിക്കാന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാണ് എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ഒരു ജനനം, ഒരു പ്രതിരോധ കുത്തിവയ്പ്, ആശുപത്രിയിൽ ആശാവർക്കർമാരുടെ മുൻകൈയാൽ നടക്കുന്ന പ്രസവങ്ങൾ, വാർഡുകളിലെ അംഗവൈകല്യമുള്ള കുട്ടികളുടെ എണ്ണം തുടങ്ങി നീണ്ട ഒരു നിര പ്രകാരമാണ് 200-ഉം 250-ഉം രൂപയുള്ള പല തലങ്ങളിലായി വിഭജിച്ച വിവിധ ഇൻസെന്റീവുകളുടെ പട്ടിക. ഇതിൽ പലതും പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആശാവർക്കർമാർക്ക് നിഷേധിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്. സന്നദ്ധ പ്രവർത്തനമാണ് ആശാവർക്കർമാർ ചെയ്യുന്നതെന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർ പ്രതിദിനം 10-15 മണിക്കൂറുകൾ പ്രവർത്തിക്കുന്നത് കണക്കിലെടുക്കുന്നേയില്ല. പൊതു അവധി ദിവസങ്ങളിൽ പോലും ആശാവർക്കർമാർക്ക് ഡ്യൂട്ടിയുണ്ട്. കഴിഞ്ഞ 26 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരവുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ, സഹോദരിമാർ, പ്രിയപ്പെട്ട ആശമാർക്ക് എല്ലാവിധ അഭിവാദനങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു വാർഡിൽ എത്ര നവജാത ശിശുക്കളുണ്ടെന്നും പ്രതിദിനം എത്ര കുട്ടികളാണ് ആ വാർഡ് പരിധിയിലുള്ളതെന്നും ഒരു ദിവസം മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് എടുക്കേണ്ട ഏതൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പുകളാണെന്നും ഒരു വാർഡിൽ എത്ര കിടപ്പ് രോഗികളുണ്ടെന്നും ഉള്ള സകല വിവരങ്ങളും ഒരു ആശാവർക്കർ അറിഞ്ഞിരിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരെക്കാളും അവിടുത്തെ നഴ്സുമാരെക്കാളും ഒരു വാർഡിലെ ജനങ്ങളുമായി അടുത്തിടപഴകുന്നവരും ജനങ്ങളുമായി ദൈനംദിനം സമ്പർക്കത്തിൽ ഏർപ്പെട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ സദാ എത്തിച്ചു കൊടുക്കുന്നവരുമാണ് നമ്മുടെ ആശമാർ. എൻ്റെ പേര് സുലഭയാണ്. ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ സമരത്തിന് വന്നത്. ഇന്ന് ശോഭനയും സുലഭയും. നമ്മൾ കിളിമാനൂർ ബ്ലോക്കിൽ 11 പുളിമാത്ത് പഞ്ചായത്തിൽ 11-ാം വാർഡിലാണ് ഞങ്ങൾ രണ്ട് ആശമാരും പ്രവർത്തിക്കുന്നത്. നമ്മുടെ PHC എന്ന് പറഞ്ഞത് പുളിമാത്താണ്. പുളിമാത്ത് PHC ആണ്. അതിൽ സബ് സെൻ്റർ ആയിട്ട് മഞ്ഞപ്പാറ സബ് സെൻ്ററിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ താളിക്കുഴിയാണ്. താളിക്കുഴി, കമകൻകുഴി, ആറാംതാനം, പുത്തങ്കട ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സമരത്തിന് വെച്ചാൽ ഡയറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെ നമുക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് പോകാൻ ഇന്ന് വരെ ഒത്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കല്യാണ സ്ഥലത്ത് എൻ്റെ അനിയത്തിൻ്റെ മോളുടെ കല്യാണ സമയത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ കോവിഡ് സമയം ആ കോവിഡ് സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ അവരിവിടെ വിളിക്കുന്ന 3-4 പേര് മരണപ്പെട്ടന്ന് രാവിലെ. ആ സമയത്ത് ഞങ്ങൾ കടയ്ക്കൽ നിൽക്കുകയാണ്. കടയ്ക്കൽ നിന്ന് ആ നിമിഷം വണ്ടി വിളിച്ച് ഞങ്ങൾ ഇവിടെ വരികയാണ് ചെയ്തത്. ഒരു ചോറ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ ഒത്തില്ല. ആ രീതിയിൽ ഞാൻ കോവിഡ് സമയത്ത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ഈ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 7000 രൂപയുടെ ജോലിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഓരോ സ്റ്റാഫുകൾക്കും ഓരോ സ്വഭാവമാണ് ഞങ്ങളോട് കാണിക്കുന്നത്. അപ്പം ചിലർക്ക് നമ്മളുടെ ഒരു ചെറിയ അവരുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അതുപോലെ തന്നെ പ്രായമൊക്കെ ചെന്നതാണ് നമ്മളുടെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. ചിലർക്ക് അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നുമില്ല. നമ്മൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ 10 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ 7000 രൂപ കിട്ടുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് ആ പൈസ അടിക്കില്ല അവർ. അങ്ങനെ നമ്മളെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 7000 രൂപയ്ക്ക് തന്നെ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണെന്ന് നമ്മൾ 7000 രൂപ വാങ്ങിക്കുന്നത്. ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ മുന്നിലുള്ള കേരളത്തിൽ ആരോഗ്യ വകുപ്പിലെ അംഗസംഖ്യ അപര്യാപ്തമാണ്. ആരോഗ്യ കേന്ദ്രത്തിലെ മറ്റ് ജീവനക്കാർ ചെയ്യേണ്ട ക്ലറിക്കൽ ജോലികൾ പോലും ചെയ്തു കൊടുക്കുന്നത് ആശമാരാണ്. ഉദാഹരണം, ശൈലി ആപ്പുമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ. ശൈലി ആപ്പ് പ്രകാരം ഓരോ വീട്ടിലും 30 വയസ്സ് കഴിഞ്ഞ എത്ര പേരുണ്ടെന്നും അവർക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അന്വേഷിച്ച് രേഖപ്പെടുത്തി ആരോഗ്യ വകുപ്പിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ച് ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിൽ നിസ്തുലമായ പങ്കാണ് ആശമാർ ചെയ്യുന്നത്. ജനസംഖ്യ അധിഷ്ഠിത ആരോഗ്യ അപകട സാധ്യതകൾ മുൻകൂട്ടി കാണാനുള്ള ഒരു സംവിധാനമാണ് ശൈലി ആപ്പ്. കേരള ഡിജിറ്റൽ ആരോഗ്യ മിഷനാണ് ഈ ആപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് തന്നെയാണ് ഡൽഹിയിലെ നഴ്സുമാർ ഒരു വലിയ സമരം നടന്നത്. അന്ന് അവരാവശ്യപ്പെട്ടത് കൂലി ആയിരുന്നില്ല, അവരുടെ ജോലി സമയം കുറയ്ക്കണമെന്നാണ്. 16 മണിക്കൂർ ജോലി ചെയ്യുന്ന നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികളടക്കമുള്ള നഴ്സുമാർ
അവിടുത്തെ വലിയ വലിയ ആശുപത്രികൾ ജോലിയെടുക്കുക. അവരന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജോലി സമയം 12 മണിക്കൂറാക്കി, 8 മണിക്കൂറെന്നല്ല പറയുന്നത്, 16 നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇത് അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഡൽഹിയിൽ പോകുമ്പോഴാണ് അറിയുന്നത് ഉച്ചയ്ക്ക് ഒരു പൊതി ഭക്ഷണം മേടിച്ച് 2 കുട്ടികൾ കഴിക്കുന്നത് ഞങ്ങൾ നേരിട്ടതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ സംഘടന. കോവിഡ് കാലത്ത് ആശാ വർക്കർമാർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കണക്കില്ല. ഓരോ വീട്ടിലെയും കോവിഡ് ബാധിതരെയും മറ്റു രോഗികളെയും കണ്ടുപിടിക്കുകയും അവർക്ക് ആവശ്യമായ വൈദ്യസഹായം, മരുന്നുകൾ, ഭക്ഷണം, ആംബുലൻസ് സേവനം, മരണപ്പെട്ട കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറൽ, അവരുടെ സംസ്കാര നടപടികളിൽ ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും സഹായിക്കൽ, കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, വാക്സിനേഷൻ സെന്ററുകളിൽ പരമാവധി ജനങ്ങളെ എത്തിക്കൽ, വാക്സിൻ ലഭ്യത സംബന്ധിച്ച വിവരങ്ങൾ നൽകൽ, അടുത്ത വാക്സിൻ സ്വീകരിക്കേണ്ട സമയം ഓർമ്മപ്പെടുത്തൽ തുടങ്ങി നീണ്ടു കിടക്കുന്നു ആ പട്ടിക. കോവിഡ് ബാധിച്ചും അനുബന്ധ രോഗങ്ങൾ ബാധിച്ചും എത്ര ആശാവർക്കർമാർ മരണപ്പെട്ടു എന്ന് ഇപ്പോഴും സർക്കാരോ ആരോഗ്യവകുപ്പോ വെളിപ്പെടുത്തിയിട്ടില്ല. കോവിഡ് കാലത്ത് ലഭിക്കേണ്ട ഇൻസെന്റീവുകൾ പലതും ഇപ്പോഴും ലഭിക്കാത്ത ആശമാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കാവശ്യമായ കാര്യങ്ങൾ കൊടുക്കാതെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാതെ, അവരുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാതെ ഒരു വനിതാ ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന കേരള സർക്കാരിന്റെ നിലപാട് ലജ്ജാകരമാണ്. തികഞ്ഞ അവഗണനയുടെയും ധാർഷ്ട്യത്തിന്റെയും ലക്ഷണങ്ങളാണ് കേരള സർക്കാരും ആരോഗ്യവകുപ്പും ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മഴയത്തും വെയിലത്തും വിദൂര ജില്ലകളിൽ നിന്ന് വരെ ആശാവർക്കർമാർ തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം നടത്തുന്നു. ഇതിൽ പലരും പ്രായം കൊണ്ടും പല രോഗാവസ്ഥകൾ കൊണ്ടും അവശരാണ്. അവർക്ക് കൊടും വേനലിൽ ചൂടേൽക്കാതിരിക്കാനോ മഴ നനയാതിരിക്കാനോ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടാൻ പോലും നമ്മുടെ ഭരണകർത്താക്കളും അധികാരികളും അവർ നിയന്ത്രിക്കുന്ന പോലീസും അനുവദിക്കുന്നില്ല. ഫുട്പാത്തിൽ വെയിലത്തും മഴയത്തും മുദ്രാവാക്യം വിളിച്ച് അവർ അവിടെ ഭക്ഷണം പാകം ചെയ്ത് 1 മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടും സർക്കാരിന് അലി ഒട്ടും തോന്നുന്നില്ല എന്നത് പരിതാപകരമാണ്. സ്വന്തം കുടുംബങ്ങളെ വിട്ടുപിരിഞ്ഞാണ് പലരും ആഴ്ചകളായി സമരഭൂമിയിൽ കഴിയുന്നത്. സമരത്തിനിടയിൽ പോലും ആശാവർക്കർമാർ ഫോണിലൂടെയും അവരുടെ ഡയറിയിൽ നിന്നുള്ള വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കും വാർഡിലെ ജനങ്ങൾക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. മാന്യമായ വർധനവ് വരുത്തിയ ഓണറേറിയത്തിന് പുറമെ ആശാവർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെങ്കിലും ചികിത്സാ സഹായങ്ങൾ നൽകുക, മരണപ്പെടുന്ന ആശാവർക്കർമാരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുക, വിരമിക്കൽ പ്രായം 62 വയസ്സിൽ നിന്നും ഉയർത്തുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട്. ആശാവർക്കർമാർക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. സ്വന്തം കുടുംബത്തെയും കുട്ടികളെയും വൃദ്ധരായ മാതാപിതാക്കളെയും നോക്കാൻ പോലും തിരക്കുള്ള ജോലിഭാരത്തിനിടയിൽ സമയം കണ്ടെത്താൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിനിടയിൽ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത്തരം പരാമർശങ്ങൾക്ക് അർഹിക്കുന്ന രൂക്ഷ വിമർശനങ്ങളുണ്ടായി. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടുമെന്നും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഭീഷണികൾ അനുദിനം ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന മൗലികാവകാശങ്ങൾ പ്രകാരം പ്രതിഷേധിക്കാനുള്ള അവകാശം ആശാവർക്കർമാർക്കുമുണ്ട്. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി JP നദ്ദ അടുത്തിടെ പറയുകയുണ്ടായി. കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തിന് ദേശീയ ശ്രദ്ധ നേടാൻ സാധിച്ചു എന്നതിനുള്ള തെളിവാണിത്. ഒപ്പം സംസ്ഥാന സർക്കാരും ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് ആശമാരുടെ രാപ്പകൽ സമരം വിജയത്തിലേക്ക് അടുക്കുകയാണ് എന്ന ശുഭസൂചനകളാണ് നൽകുന്നത്.
കേരളത്തിലെ ആശമാരുടെ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിക്കുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ ആശാവർക്കർമാർക്ക് ഗുണകരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ അങ്ങനെ ഇടം നേടാൻ സ്നേഹസമ്പന്നരും കഠിനാധ്വാനികളുമായ നമ്മുടെ ആശമാർ തയ്യാറെടുക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അനുകൂലമായൊരു തീരുമാനമെടുത്താൽ ആദരിക്കപ്പെടുന്നത് ആശാവർക്കർമാരുടെ സേവനം കൂടിയാണ്.